Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ നല്ല ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോളിഫ്ലവർ ഫ്രൈ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തണ്ടോടുകൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കോളിഫ്ലവർ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം, അല്ലാതെ ഇതിട്ട് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം തിളച്ചു പോവരുത്. കാര്യം അപ്പോൾ കോളിഫ്ലവർ വെന്ത് പോവും. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് വെച്ചിട്ട് അതൊരു 2 മിനിറ്റ് വരെ ആ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഇതിലുള്ള വല്ല പ്രാണികളോ അണുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചു മാറ്റാം. അപ്പോൾ വെള്ളമെല്ലാം അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ സമയത്തിന് നമുക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ 1 കപ്പ് കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 100 ഗ്രാം കോൺഫ്ലോർ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദപ്പൊടി. അപ്പോൾ 1 കപ്പ് കോൺഫ്ലോറിന് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയും എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ നല്ല കളറോട് കൂടി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല തിക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പാകത്തിന് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർത്താലും മതി. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ നേരത്തിന് നമുക്ക് ഈ കോളിഫ്ലവർ തണുത്തതിന് ശേഷം വേണം ഈ ബാറ്ററിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് അരിച്ചു മാറ്റിയതിന് ശേഷം അത് ചൂട് ആറിയതിന് ശേഷം വേണം ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കുറേശ്ശെ ഈ ബാറ്ററിൽ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ഓരോ പീസസ് ആയിട്ട് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പാകമായോന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ടാണെങ്കിലും കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും നല്ല ഇതളുകളായിട്ട് കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള കോളിഫ്ലവർ പീസസും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.